ദിവസങ്ങളോളം ഉറക്കമിളച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു പഠിച്ചിരുന്ന ചില മുഖങ്ങളുണ്ട് നമ്മുടെ മക്കൾ. അവർ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുമ്പോൾ ചോദ്യപേപ്പർ വിറ്റുതൊലച്ചു എന്ന ഒറ്റവരി വാർത്തയാണ് ഇടിത്തി പോലെ അവരുടെ മുകളിൽ വന്ന് പതിക്കുന്നത്. അവരോടാണ് ഈ സിസ്റ്റം പറയുന്നത്, നിങ്ങൾ പാറ്റകളാണ്, പരാന്നഭോജികളാണ് എന്ന്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് കഥ മാറി. അതേ പാറ്റകൾ അധികാരത്തിന്റെ ആസ്ഥാനത്തേക്ക് ഇരമ്പിയെത്തിയപ്പോൾ ഡൽഹിയുടെ തെരുവുകൾ വിറച്ചു. കേവലം ഒരു പ്രതികരണമായി തുടങ്ങിയ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്ന വിപ്ലവ ജ്വാലയായി മാറിയത് ആ അനീതിക്ക് മുന്നിലാണ്. പറയൂ, വർഷങ്ങളോളം പട്ടിണി കിടന്ന് പഠിച്ചെഴുതിയ പരീക്ഷകൾ അഴിമതിക്കാർക്ക് മുന്നിൽ തകർന്നടിയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നത് കുറ്റമാണോ? സ്വന്തം ഭാവി സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ നമ്മുടെ മക്കൾക്ക് നേരെ കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിക്കുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം? സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാൻ ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥികൾ തീവ്രവാദികളെന്ന് മുദ്രകുത്താൻ എത്ര നിസ്സാരമായാണ് ഈ ഭരണകൂടത്തിന് കഴിയുന്നത്? സോനം വാങ്ചുക്കിനെ പോലെയുള്ള പോരാളികളെ ആശുപത്രിയിലേക്ക് മാറ്റി അടിച്ചമർത്താമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ഡൽഹിയിലെ തെരുവുകളിൽ 20,000-ലധികം വരുന്ന വിദ്യാർത്ഥി പ്രവാഹം തീർത്ത പ്രതിരോധ മതിൽ ഭരണകൂടത്തെ ഭയപ്പെടുത്തി കഴിഞ്ഞു. രാജ്കുരാമാന് അവരുടെ സമരപ്പന്തലുകൾ തകർത്തുകളഞ്ഞ പോലീസിന് മുന്നിലേക്ക് ചൊവ്വാഴ്ച പുലർച്ചെ നെഞ്ചുവിരിച്ച് വീണ്ടുമെത്തി പന്തലുയർത്തിയ വിദ്യാർത്ഥികളുടെ ഈ വീര്യത്തിനു മുന്നിൽ ഏത് അധികാരവർഗമാണ് തലകുനിക്കാത്തത്? വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും ഈ പോരാട്ടത്തിന് അവസാനമാകില്ല. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതം കൊണ്ട് പന്താടിയവർ മറുപടി പറഞ്ഞേ മതിയാകൂ. അടിച്ചമർത്തും തോറും കൂടുതൽ ശക്തിയോടെ പടർന്നു പന്തലിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അനീതിക്കെതിരെ തെരുവിൽ ചോര ചിന്തി പൊരുതുന്ന നമ്മുടെ മക്കൾക്ക് പൂർണ്ണ മനസ്സോടെ ഉറച്ച ശബ്ദത്തിൽ ഐക്യദാർഢ്യം. ഈ പോരാട്ടം ജയിക്കുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പൗരന്മാരെ വംശീയമായി വേർതിരിച്ച് ഭരണം കാഴ്ചവെക്കുന്ന RSS BJP സർക്കാരിന്റെ തകർച്ചയിലേക്ക് വഴി തുറക്കുന്ന ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കമാവട്ടെ ഈ വിദ്യാർത്ഥി കൊടുങ്കാറ്റ്.